ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നല്ലൊരു കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണേ. കൂടുതലും നമ്മളൊരു 10th പ്ലസ് 1 പ്ലസ് 2 പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി എന്ത്, പ്ലസ് 2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഏത് കോളേജ് തിരഞ്ഞെടുക്കണം, എന്തൊക്കെ നോക്കണം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഗൈഡാണ് ഞാൻ തരാൻ പോണേ. അപ്പോൾ ഇതുവരെ ഒരു ചിന്തയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ സിമ്പിളായിട്ട് 6 സ്റ്റെപ്സാണ് പറയണേ. ഒന്ന്, നമുക്ക് ആവശ്യമുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ രണ്ടാമത്തെ, അതിനെപ്പറ്റി അന്വേഷിക്കാം, എൻക്വയറി ചെയ്യാം പറ്റുന്നിടത്തോളം. തേർഡ് ഓപ്ഷനായിട്ട് വരുന്നത്, അവിടേക്ക് കയറാനായിട്ട് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാം. എക്സാമിനെ കുറിച്ച് എന്തൊക്കെ അന്വേഷിക്കണമെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർത്ത് വൺ, ഈ എക്സാംസിനൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, നെറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫിഫ്ത്ത് ഓപ്ഷനായിട്ട് വരുന്നത് ഫീ വേവർ എന്ന് പറഞ്ഞ സ്കീം എന്താണ്. അതുപോലെ സിക്സ്ത് ഓപ്ഷനായിട്ട് വരുന്നത് സ്കോളർഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങളോ. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് അക്രഡിറ്റഡ് ആണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കോളേജ് അക്രഡിറ്റഡ് ആണെങ്കിൽ മാത്രമായിരിക്കും ചില സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ എബ്രോഡ് പോകണമെങ്കിൽ നിങ്ങളുടെ കോളേജ് ഒരു റെക്കഗ്നൈസ്ഡ് കോളേജ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു അക്രഡിറ്റഡ് കോളേജിൽ പഠിച്ച ആൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കോളേജിന്റെ റെപ്യൂട്ടേഷനും. കോളേജ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനൊന്നും അനുവദിക്കാത്ത കോളേജൊക്കെയാണ് എന്ന് ആൾക്കാർ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി ചേരും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള റെപ്യൂട്ടേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോയി ചേരാൻ. രണ്ടാമത് വരുന്ന കാര്യമാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും താല്പര്യം. ചിലർക്ക് വീട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല, പുറത്ത് പോയി പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം. ചിലർക്ക് വീടിന്റെ അടുത്ത് തന്നെ കോളേജ് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസും അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അത് നോക്കിയിട്ട് ചൂസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ചൂസ് ചെയ്ത കോളേജിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച പ്രോഗ്രാം ഉണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ അവരവിടെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിന്റെ എല്ലാവിധ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടായാലും അന്വേഷിച്ചാൽ മതി. ഇതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നോക്കേണ്ട കാര്യമാണ് ക്യാമ്പസ് കൾച്ചറും സോഷ്യൽ എൻവിറോൺമെന്റും. അതൊക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടെ എന്തൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും പ്രോഗ്രാംസ് ഒക്കെയുള്ള കോളേജായിരിക്കും ചൂസ് ചെയ്യാൻ പോണേ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനെ പറ്റിയിട്ടൊക്കെ എൻക്വയറി ചെയ്യണം. ഓടിച്ചെന്ന് നിങ്ങൾ ഇത് നെറ്റിൽ സെർച്ച് ചെയ്തു, ഇത് അവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് പോയി ചേർന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേ ബി അക്രഡിറ്റഡ് പോലും ആയിരിക്കില്ല. അപ്പൊ അതൊക്കെ എത്ര കൊല്ലത്തേക്കാണ്, ഏതൊക്കെ ബ്രാഞ്ചിനുണ്ട് എന്നെല്ലാം കറക്റ്റ് ആയിട്ട് അറിയണം. അക്രഡേഷൻ പലതരത്തിലുണ്ട്. നാക് ഉണ്ട്, NBA ഉണ്ട്. NBA ഒക്കെ ഓരോ ബ്രാഞ്ചിനായിട്ടാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ NBA അക്രഡിറ്റഡ് കാണിച്ചുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചിന് ആ അക്രഡേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ആദ്യത്തെ കാര്യം തന്നെ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ആണ്. കോളേജിലേക്ക് ആദ്യം വിളിച്ചു കഴിയുമ്പോൾ അവർ കൂടുതൽ ഫീസിന്റെ കാര്യമോ പറയാ, മാനേജ്മെന്റിൽ സീറ്റ് എടുക്കാനും ആയിരിക്കും പറയാം. പക്ഷെ അവിടേക്ക് ഗവൺമെന്റ് ആയിട്ട് സീറ്റ് അപ്ലൈ ചെയ്യാനും സുഖമായിട്ട് നിങ്ങൾക്ക് വേറെ രീതിയിൽ കയറാനും പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? ഇതിനെല്ലാം നല്ലത് സ്റ്റുഡൻസിനോട് ചോദിക്കുന്നതാണ്. അവിടെ പഠിക്കുന്ന ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ല സോഴ്സ് ഇൻസ്റ്റഗ്രാം ആണ്. നിങ്ങൾക്കറിയാം ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും ഇൻസ്റ്റഗ്രാമിലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അവരുടെ കോളേജിനെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാം അവർ ആ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്ന്. നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റയിൽ DM ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ അവരോട്. ഒരാളോട് മാത്രം ചോദിക്കണതിന് ഭേദം കുറെ പേരോട് അന്വേഷിക്കാം. അപ്പൊ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും കോളേജിന്റെ ഫുൾ കാര്യത്തിനെ പറ്റിയിട്ട്. കോളേജിന്റെ മാനേജ്മെന്റ് ട്രാപ്സിൽ വീണതിന് മുമ്പായിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റി അന്വേഷിക്കണം. ആ കോളേജിലേക്ക് ഏതൊക്കെ കോഴ്സിന് എങ്ങനെ കയറാന്നുള്ള രീതിയിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ കോളേജിലേക്കും കയറാനായിട്ട് എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീറ്റും കീമും ഒക്കെ നിങ്ങൾക്ക് മിക്കവരും അറിയണ എക്സാംസ് ആണ്. അതുപോലെ തന്നെ പല എക്സാംസ് ഉണ്ട് പല യൂണിവേഴ്സിറ്റിയിലും കയറാൻ. അത് അന്വേഷിക്കണതിന്റെ കൂടെ തന്നെ അത് ഏതൊക്കെ മന്തിലാണ് എക്സാംസ് സാധാരണ വരാറ്, അതിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഏകദേശം എന്നാണ് വരാറ്, ഇതെല്ലാം അന്വേഷിക്കണം. അതിനൊപ്പം ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നിങ്ങൾക്ക് എത്ര റാങ്ക് വേണം അവിടെ കയറാൻ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഡേറ്റ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ മറന്നവർ വരെ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം മുമ്പ് അറിയാത്തവരാണെങ്കിൽ ലാസ്റ്റ് ചേരാൻ പോകുന്ന നേരത്തായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയണേ. കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ട് പ്രിവിലേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ലേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഫീ വേവർ സ്കീം എന്ന് പറയുന്നത് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയാലും കുറച്ച് പേർക്കെങ്കിലും ഫീ വേവർ സ്കീമിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ട്യൂഷൻ ഫീ 0 ആയിരിക്കും. എക്സ്ട്രാ ഒട്ടും ഫീ വരുന്നില്ല എന്നല്ല, ട്യൂഷൻ ഫീ എന്ന് പറയുന്ന ഒരു മാക്സിമം നമ്മുടെ ഫീസിൽ വരുന്ന ഒരു എമൗണ്ട് അവർ ഒഴിവാക്കി തരും. അപ്പോൾ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഇതുണ്ട്. അതുപോലെ പല കോളേജസിലും അവർ മേ ബി ഇത് തരുമായിരിക്കും. അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ തന്നെ അപ്ലിക്കബിൾ ആണെന്നുള്ള ഒരു അഷ്യൂരിറ്റി ഒന്നും ഞാൻ തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നന്നായി അന്വേഷിച്ചിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇതൊക്കെ. ഇനി അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സ്കോളർഷിപ്സ്. സ്കോളർഷിപ്പ് 3 തരത്തിലുണ്ട്. ഒന്ന് നാഷണൽ ആയിട്ടുള്ളത്, പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ളത്, പിന്നെ കോളേജുകാർ ഓഫർ ചെയ്യും സ്കോളർഷിപ്പ്. അതിൽ നാഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതാണ്. അത് ഗവൺമെന്റിൽ സീറ്റ് ലഭിച്ച സ്റ്റുഡൻസിനാണ് കൂടുതലും കിട്ടുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രൈവറ്റിൽ പഠിക്കുന്നവർക്ക് കിട്ടുമെന്ന്. കിട്ടും. പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെന്റ് മെറിറ്റ് കോട്ടയിൽ കയറിയവരുണ്ടാവും, ഫുൾ ഫീസ് കൊടുക്കുന്നവർ വരെ ഉണ്ടാവും. അവർക്ക് പറ്റിയതാണ് നാഷണൽ സ്കോളർഷിപ്സ്. എൻ്റെ ചാനലിൽ കൂടുതലും ഞാൻ NSP റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യണേ. അപ്പൊ അതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ഞാൻ അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി റെഫർ ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തരുന്ന സ്കോളർഷിപ്പ്, റിലയൻസ് ഉണ്ട്, ടാറ്റ ഉണ്ട്, അതുപോലെ ഫെഡറൽ ഒക്കെ തരുന്ന ഒരു സ്കോളർഷിപ്സ് ആണ് പ്രൈവറ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി നിങ്ങൾ ചേരുന്ന കോളേജുകാര് സ്കോളർഷിപ്പ് എന്നുള്ള പേരിൽ എന്തെങ്കിലും രീതിയിൽ ഗിഫ്റ്റ് മണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീ റിഡക്ഷൻ സ്കീമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന ആ ഒരു സ്കോളർഷിപ്പാണ് കോളേജ് തരുന്ന സ്കോളർഷിപ്പ്. അത് എല്ലാ കോളേജിലും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോളേജ് ഇത് തരുന്നുണ്ട്, വേറൊരു കോളേജ് അത് തരുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക ടെൻഷൻ ഇല്ലാണ്ട് പഠിക്കാനും അതുപോലെ അവർ പ്രൈസ് മണി ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ഫീസ് റിഡക്ഷനും തരും. ഇനി ഇതിലെ മെയിൻ കാര്യം സാറ്റിസ്ഫാക്ഷൻ ആണ്. നിങ്ങൾ എന്ത് നല്ല കോളേജിലാണ് വലിയ കോളേജിലാണ് എന്നുള്ള രീതിയിൽ പോയിട്ടും ഒരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതൊന്നും തലയിലും കയറില്ല. നിങ്ങൾക്ക് പഠിക്കുന്നത് തന്നെ എന്തിനാന്ന് തോന്നും. നിങ്ങളുടെ തന്നെ കസിൻസും ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ പൊട്ട കോളേജ് ചൂസ് ചെയ്ത് പോയി പഠിച്ച് പ്രശ്നത്തിൽ പെട്ടവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയാലും ത്രൈവ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അത് തീരെ പറ്റാത്തൊരു സിറ്റുവേഷനായി പോകും. അതുപോലെ തന്നെ വേറൊരു മെയിൻ പ്രശ്നമാണ് ലോങ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതൊരു വലിയ ടോപ്പിക്കാണ്. പലർക്കും അബ്രോഡ് പോയി പഠിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അതും വിചാരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വേറെ സ്ഥലത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗാന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ചിലവർക്ക് അത് നല്ലൊരു ഹെൽപ്ഫുൾ സിറ്റുവേഷൻ ആവും. വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ അവർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കും, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ ഓൺ ദ അതർ സൈഡ് വേറെ ചിലവർക്ക് അത് ഭയങ്കര ഹെവി ബേർഡൻ ആയി തീരും. നിങ്ങൾ പുറത്തു പോയി നിൽക്കുമ്പോൾ അവിടുത്തെ ഫുഡ് പറ്റുന്നില്ല, ഒറ്റയ്ക്കാവുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നവരെ പുറത്തു പോയി നിന്നിട്ട് കാര്യമുള്ളൂ. സ്പോട്ടിൽ ഡിസിഷൻ എടുത്ത് ഓരോ സ്ഥലത്തേക്ക് ഓടുമ്പോഴും തൊട്ട് മുമ്പ് ഒന്ന് ചിന്തിക്കുക, നമുക്ക് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണോ എന്നുള്ള രീതിയിൽ. അല്ലാത്തവര് അവിടെ പോയി പെടും. പുറത്തു നിൽക്കുന്ന ആരോട് ചോദിച്ചാലും അറിയാം, പുറത്തു പോവുക എന്നുള്ളത് ഒരു സുഖകരമായ കാര്യം മാത്രമല്ല, അതിന്റെ ഒപ്പം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡെയിലി സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യേണ്ടി വന്നുള്ള അവസ്ഥ ആലോചിച്ചോക്ക്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. ഇനി ഇത്രയെല്ലാം പ്ലാൻ ചെയ്താലും നിങ്ങൾ വിചാരിച്ച കോളേജ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കുറേ പേര് പെട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇതൊരു ലെങ്തി വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഇത് ഇത്രയും നേരം കണ്ടിരുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.